പൂരിയും പൊട്ടറ്റോ മസാലയും വെച്ച് കുറേ ദിവസമായി. അപ്പോൾ വിചാരിച്ചു ഇന്ന് അത് ഉണ്ടാക്കിയാലൊന്ന് വായോ നമുക്ക് റെസിപ്പി നോക്കാം. സോ ഒരു കുക്കറിൽ 3 മീഡിയം സൈസ് പൊട്ടറ്റോയും കുറച്ച് വെള്ളവും ഉപ്പും ഒഴിച്ചിട്ട് ഒരു 5 വിസിലായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ കറക്കിയത് ഉപ്പൊക്കെ എല്ലായിടും പിടിക്കുക എന്ന ഒരു വിശ്വാസം അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ വെജീസായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് 2 ഓണിയനും ഒരു ടൊമാറ്റോയും 3 പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ്. സോ എരിവ് കൂടുതൽ ഇഷ്ടമുണ്ട് എന്നുള്ളവർക്ക് പച്ചമുളക് കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇവിടെ എല്ലാവർക്കും വലിയ എരിവ് അങ്ങനെയൊന്നും അല്ല, അതുകൊണ്ട് 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. സോ ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കുക, കടുക് ഇടുക, ഉഴുന്ന് പരിപ്പിടുക, കരിവേപ്പില ഇടുക, പിന്നെ ഉണക്കമുളക് ഇടുക. നമ്മൾ താളിച്ചെടുക്കുന്ന പറഞ്ഞില്ലേ, അത് തന്നെയാണ് സംഭവം. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഈ കടുകൊക്കെ പൊട്ടുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം ഈ അരിഞ്ഞ് വെച്ച എല്ലാം ഒന്നിച്ചിടുക. അമ്മയൊക്കെ ആണെങ്കിൽ ഓരോന്നായിട്ടിടും, പക്ഷെ ഞാൻ പെട്ടെന്ന് ജോലി തീർക്കാനാണ് നോക്കുക. അതുകൊണ്ട് ഒന്നിച്ചിടുക, ഇട്ടിട്ട് അതൊരു എന്താ പറയുക ഒരു ബ്രൗണിഷ് ഷെയ്ഡ് വരുന്നവരേക്കും നന്നായിട്ട് സ്റ്റിർ ചെയ്തിട്ട് എടുക്കാം. സോ ഇതിന് നമ്മൾ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഉപ്പിടുന്നത് വേഗം ഓണിയൻ ഒന്ന് ബ്രൗൺ ആവും, വഴണ്ട് കിട്ടും. അതിനൊക്കെ ഒരു വിശ്വാസത്തിന് വേണ്ടി ഉപ്പ് നേരത്തെ ഇടും, പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത്. അപ്പോൾ ഇതൊക്കെ ഇട്ട് ഇങ്ങനെ വഴറ്റി ഇതൊരു ബ്രൗണിഷ് ഒരു വഴണ്ടു എന്നൊരു ഇത് വരുമ്പോഴത്തേക്ക് നമ്മളുടെ പൊട്ടറ്റോയും വിസിലൊക്കെ കഴിഞ്ഞ് ആവിയൊക്കെ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തിട്ട് സ്മാഷ് ചെയ്തെടുക്കുക. സ്മാഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അങ്ങോട്ടൊന്നും സ്മാഷ് ചെയ്യേണ്ട കാര്യമില്ല, ചെറിയ ചെറിയ തരിയായിട്ട് കിടക്കുന്നപ്പോൾ സ്മാഷ് ചെയ്താൽ മതി. എന്നിട്ട് ഇതിനെ നമ്മൾ അതിലോട്ട് മാറ്റുക. ഇതിനിടയിൽ നമുക്ക് വേണമെങ്കിൽ ഓണിയൻ അടി പിടിക്കും എന്നൊരിതാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വയ്ക്കാം. സോ അതിനുശേഷം ഈ പൊട്ടറ്റോ അതിലിടുക, ഇട്ടിട്ട് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ ഡ്രൈ ആയിട്ട് വേണമെന്നുള്ളവർക്ക് ഇങ്ങനെ തന്നെ എടുക്കാം, ഇല്ല എനിക്ക് കുറച്ച് വെറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് വെറ്റ് എന്ന രീതിയിലാക്കി എടുക്കുകയും ചെയ്യാം. സോ പൂരിയുടെ കൂടെ ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ബാലൻസ് വന്നാൽ നമുക്ക് മസാല ദോശയാക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ സ്കൂളിലേക്ക് പാക്കൊക്കെ ചെയ്ത് മോന് സ്കൂളിലൊക്കെ വിട്ടിട്ട് അല്ലറ ചില്ലറ പരിപാടികളോടെ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്തു.